പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതാവസാനം വരെ, മരണം വരെ മനുഷ്യരുമായിട്ടോ കുടുംബാംഗങ്ങളുമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിതാവസാനം വരെ നീട്ടിക്കൊണ്ട് പോരുത്. കാരണം എന്താണെന്നറിയാമോ? അത് നമ്മുടെ നല്ല മരണത്തെ ബാധിക്കും. മനുഷ്യരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, വഴക്ക്, വിദ്വേഷം, വെറുപ്പ്, ഈ വക സാധനങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കാതെ മരണം വരെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മരണം കിട്ടിയല്ല. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 28 അധ്യായം അതിൻ്റെ 6 ത്രിലിഖിതത്തിൽ വചനം പറയുന്നത്, ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. കാരണം നമ്മുടെ നല്ല മരണത്തിന് ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്ന ഒരു പാവമാണ് അനൈക്യത്തിൻ്റെ പാവം, വെറുപ്പിൻ്റെ പാവം, വിദ്വേഷത്തിൻ്റെ പാവം. അത് അധികം കാലം വെച്ച് പുലർത്തിക്കൊണ്ട് പോകരുത്. ഇനി നമ്മൾ ജീവിതാവസാനം വരെ ഇത് നീട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആരാണ് എപ്പോഴാണ് മരിച്ചു പോകുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല. വിദ്വേഷം വെച്ച് പുലർത്തുന്ന നമ്മളെപ്പോഴാണ് മരിച്ചു പോകുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല. ഈ പ്രശ്നങ്ങളുടെയൊക്കെ മറുഭാഗത്ത് നിൽക്കുന്ന വ്യക്തി എപ്പോഴാണ് മരിച്ചു പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതാന്ത്യത്തിന് പ്രത്യേക ഒരു സമയ കാലഘട്ടമൊന്നുമില്ല. ജീവിതാന്ത്യം എപ്പോൾ വേണേലും സംഭവിക്കാം. നിന്ന നിപ്പിനൊക്കെ എത്രയോ ആൾക്കാർ ഈ കാലഘട്ടത്തിൽ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ജീവിതാവസാനം എന്ന് പറയുന്നത് അത് എപ്പോൾ വേണേലും ആകാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാനസാന്തരമൊക്കെ ഒത്തിരി കാലത്തേക്ക് നമുക്ക് നീട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല. പിന്നെ നമ്മളിവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് മനുഷ്യരുമായിട്ട്, മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഏത് തരം വ്യക്തികളോട് ആ പ്രശ്നങ്ങൾ പങ്കുവെക്കണം, ഏത് തരം വ്യക്തികളോട് ആ പ്രശ്നങ്ങൾ പങ്കുവെക്കരുത് എന്ന് നമ്മൾ പ്രത്യേകം പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ കേട്ടിരിക്കുന്ന ആളുടെ അടുത്തല്ല നമ്മൾ പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കേണ്ടത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മൾ പാടുള്ളൂ. ചില മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. അതവർ നന്നായിട്ട് കേൾക്കും. അതങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ ചോദിച്ച് അവർ നന്നായിട്ട് മനസ്സിലാക്കും. പക്ഷേ ആ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടാകുകയില്ല. അതൊരു സൊല്യൂഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉപദേശം പോലും അവർ പറഞ്ഞു തരികയില്ല. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശ്നങ്ങൾ സൊല്യൂഷനിലേക്ക് കൊണ്ടുവരാൻ കഴിവില്ലാത്ത മനുഷ്യരാണെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു ആഗ്രഹമില്ലാത്ത മനുഷ്യരാണെങ്കിൽ അവർ നമ്മുടെ ദുഃഖം വർദ്ധിപ്പിക്കുകയുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യരോടൊക്കെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പങ്കുവെക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ നമുക്ക് 2 ആൾക്കാരോടെ വെറുപ്പ് വിദ്വേഷമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അവരോടത് പങ്കുവെച്ചതിന് ശേഷം നമുക്ക് ചിലപ്പോൾ 2 എന്നുള്ളത് 10 മാറും. അവർ എരുതിയിൽ എണ്ണ കോരിയിടുകയുള്ളൂ. അതുകൊണ്ട് ആരോടാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പങ്കുവെക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പ്രശ്നങ്ങൾ ഒരു സൊല്യൂഷനിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ആൾക്കാർ, അല്ല അതിന് ആഗ്രഹമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ നല്ലൊരു സൊല്യൂഷനിലേക്ക് കൊണ്ടെത്തിക്കണമെന്നുള്ള ആഗ്രഹവും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിവുള്ള ആൾക്കാർ വേണം. ഇല്ലെങ്കിലുണ്ടല്ലോ, മരണം വരെ നമ്മൾ വെറുപ്പിലും വിദ്വേഷത്തിലും ജീവിക്കും. അത് നമുക്ക് നല്ല മരണം കിട്ടുന്നതിന് ഒത്തിരി തടസ്സമായിട്ട് മാറും. ഓർക്കുക, ജീവിതത്തിൻ്റെ അവസാന മൊമെൻറ്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്കന്നേരം നമുക്ക് ഈ വീടോ കാറോ സ്വർണ്ണമോ പണമോ അല്ലെങ്കിൽ മറ്റു ഭൗതിക വസ്തുക്കളോ ഒന്നും നമുക്ക് വേണ്ടി വരില്ല. അതിനോടൊന്നും നമുക്കൊരാഗ്രഹം ഉണ്ടാകുകയില്ല. അന്നേരം നമ്മൾ മനസ്സിരുത്തി ശരിക്കും പ്രാർത്ഥിക്കുന്നത് നല്ലൊരു മരണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹമായിരിക്കും ആ സമയം നമുക്കുണ്ടായിരിക്കുക. അതുകൊണ്ട് വചനം ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. ശത്രുത, വിദ്വേഷം, വെറുപ്പ് ഇവ നിൻ്റെ അന്ത്യകാലഘട്ടത്തെ, അവസാന കാലഘട്ടത്തെ ബാധിക്കുന്ന ഭാവമാണ്. അവയിൽ നിന്ന് പരിപൂർണമായിട്ടൊരു മോചനം കിട്ടി എല്ലാവരോടുമുള്ള സ്നേഹത്തിലും ഐക്യത്തിലും ജീവിതം ആസ്വദിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ എന്നെ തന്നെ പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ മനസ്സിനെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ ബുദ്ധിതലത്തെ, എന്നെ മുഴുവനായിട്ട് അങ്ങയുടെ ജ്ഞാനം കൊണ്ട്, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. സ്നേഹിക്കാനും രമ്യതപ്പെടാനും ക്ഷമിക്കാനും ഉള്ള വലിയ ശക്തി ഈശോയെ എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളൊക്കെ അങ്ങയുടെ വലിയ സ്നേഹത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കതിനായിട്ട് ഒരു ആശീർവാദം സ്വീകരിക്കാം.